ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫെമീസ് കിച്ചണിൽ ഒരു ബാച്ചിലർ കുക്കിംഗ് പരീക്ഷണമാണ്. ഞാനിന്നൊരു പൂരി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അറിയില്ല. ഏതായാലും ഒരു 1.5 കപ്പ് മൈദപ്പൊടിയും അല്പം റവയും കുറച്ച് പഞ്ചസാരയും ഒരല്പം മൈദയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളം വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒരല്പം വെള്ളം നമുക്ക് ചൂടാക്കിയെടുക്കാം. വെള്ളം വെച്ചിട്ട് ഒരല്പം ഉപ്പ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് പൊടിയിലേക്ക് പിന്നീട് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരല്പം റവ എടുത്തിട്ടുണ്ട്. പൂരി ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം റവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഓവറായിട്ട് ഒഴിക്കുന്നത് നന്നാവില്ല. അല്പം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നന്നാകുക. കാരണം ഓവർ വെള്ളമായി പോയാൽ പിന്നെ പൂരി ചുട്ടെടുക്കാൻ സാധിക്കില്ല. വല്ല ദോശയും ചുട്ടെടുക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ കൂടി കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓവർ സോഫ്റ്റാക്കി എടുക്കരുത്. ഓവർ സോഫ്റ്റാക്കി എടുത്താൽ നമുക്ക് പിന്നീടത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പാകത്തിന് ഒന്ന് സോഫ്റ്റാക്കുക. ഇപ്പോൾ ഒക്കെ ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കൂടുതൽ സമയം വെക്കരുത്. ഒന്നുകൂടെ സോഫ്റ്റായി പോയാൽ പിന്നീട് ബുദ്ധിമുട്ടാവും. നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കില്ല. 1-2 പ്രാവശ്യം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ പരീക്ഷണമാണ്. അപ്പോൾ നമുക്കിത് ബോളാക്കി എടുക്കാം. ഓരോന്ന് ഇതുപോലെ മാവ് മൊത്തം നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസാക്കി എടുക്കുക. കാരണം നിങ്ങളുടെ ചട്ടിയുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ബോളുകളായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കൊരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ആ ചപ്പാത്തി പ്രസ്സിൽ അല്പം എണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാക്കിയതിന് ശേഷം പൂരിയിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നല്ല ചൂടായിട്ട് തീയൊന്ന് സിമ്മിൽ ആക്കി വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. പൂരി നല്ല പൊള്ളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഇത് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഒരു ലാസ്റ്റ് പരീക്ഷണമാണ്. ഏതായാലും ഇത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി പൂരി റെഡിയാണ്. അതോടൊപ്പം നല്ല കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല ബാജി ഉണ്ടാക്കിയിട്ടുണ്ട്. പൂരിക്ക് ബാജിയാണല്ലോ നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Okay.